ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയറിൻ്റെ മൈക്രോ ഗ്രീൻസ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചെറുപയറിൻ്റെ മൈക്രോ ഗ്രീൻസ്. വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ ചെറുപയറിൻ്റെ മൈക്രോ ഗ്രീൻസ്. അപ്പോൾ നമുക്ക് ഈ മൈക്രോ ഗ്രീൻസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പം ഇത്രയൊന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ ഇടയ്ക്ക് ചെറുപയർ കറി, അങ്ങനെ ചെറുപയർ ഉപ്പേരി ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചെറുപയറിൻ്റെ മൈക്രോ ഗ്രീൻസ് ആക്കിയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് മൈക്രോ ഗ്രീൻസ് ആക്കിയിട്ട് നോക്കാം കേട്ടോ. ഞാനിത് കുറച്ച് മാത്രം ക്വാണ്ടിറ്റി എടുത്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതാണ്. വൈകിട്ട് 4 മണിക്ക് വെച്ചതാണ്. എന്നിട്ട് രാവിലെ എടുത്ത് ഇതിലെ വെള്ളം മുഴുവൻ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് വാർത്തെടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇതിനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ട് അതിലാട്ടോ മുളപ്പിക്കാൻ വയ്ക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുളച്ച് വരാൻ വേണ്ടിയിട്ടാട്ടോ ഈ തുണി എടുത്തിട്ട് ഇങ്ങനെ ഈ ചെറുപയർ മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് ഈ തുണിയിൽ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നനവ് വേണം കേട്ടോ ഈ തുണിക്ക്. ഈ ചെറുപയർ നമ്മൾ ഇടയ്ക്കൊന്നും നനച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതാ കണ്ടോ, വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം അതേപോലെ മുള വന്നിട്ടുണ്ട് കേട്ടോ. 2ാമത്തെ ദിവസം തന്നെ വൈകുന്നേരം ആകുമ്പം തന്നെ ഇങ്ങനെ മുള വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിരിക്കുക കേട്ടോ. പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ, അതായത് 3 ടിഷ്യൂ പേപ്പർ കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. 3 എണ്ണം ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിലേക്കാണ് പിന്നീട് ഈ ചെറുപയർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് 3 ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നനച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ നനയ്ക്കുന്നത്. ജസ്റ്റ് വെള്ളം തൂക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മുളച്ച് വന്ന ഈ ചെറുപയർ, വൈകുന്നേരം ആകുമ്പോൾ മുളച്ച് വന്ന ഈ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വല്ലാതെ മുകളിലേക്ക് കയറി നിൽക്കരുത്. അത്യാവശ്യം കുറച്ച് വിട്ട് ഇത് വെക്കുക. എന്നിട്ട് ഇത് മെല്ലെ ഞാനൊരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ നല്ല ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടച്ച് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഇങ്ങനെയാണ് കേട്ടോ. രാവിലത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ദിവസം ഇങ്ങനെ മുളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് തളിച്ച് കൊടുത്താലും മതി. കണ്ടോ, പിറ്റേ ദിവസം രാവിലെ വളരെ ഗ്രീൻ കളറായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് 5ാമത്തെ ദിവസം. അത് വേണമെങ്കിൽ നമുക്ക് 5ാമത്തെ ദിവസം തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അടുത്ത ദിവസത്തേക്ക് കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ 6th ഡേ ആണ്. 6th ഡേയിൽ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വലുതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും കേട്ടോ. ടേസ്റ്റ് ഒരു ചെറിയ കയ്പ്പ് പോലെയൊക്കെ വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇന്ന് തന്നെ എടുക്കാവുന്നതാണിത്. കണ്ടോ, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്കിത് കൊയ്തെടുക്കാം കേട്ടോ. സാധാരണ കൊയ്തെടുക്കാം. ഇനി നമുക്കിതിനെ കണ്ടോ, ഇത് തിങ്ങി നിറഞ്ഞുണ്ടായിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നമുക്ക് കൊയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തതാണ് കേട്ടോ. ഈ പാത്രത്തിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തതാണ്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരുപാട് വേരിറങ്ങി നിൽക്കുകയാണ്. ടിഷ്യൂ പേപ്പറിൻ്റെ ഇങ്ങനെ വേരിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കത്രിക വെച്ചിട്ട്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത് കുറച്ചൊരു താഴെ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ കയ്പൊന്നും ഉണ്ടാവില്ല, അതിനോണ്ട് മാക്സിമം എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നല്ല ഗ്രീൻ കളറായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഇട്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്ര കിട്ടിയത്. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടെ പാത്രത്തിലാക്കി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ തോനെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടാവുന്നതാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാസത്തിൽ 1-2 തവണയൊക്കെ ഇങ്ങനെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. മൈക്രോ ഗ്രീൻസിൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.